2026 വനമിത്ര അവാർഡ് ജേതാവ് ഡോക്ടർ ദിലീപ് കോട്ടേമ്പ്രത്തിനെ വടകര സൗഹൃദ കൂട്ടായ്മ ആദരിച്ചു. വടകര നഗരസഭാ ചെയർപേഴ്സൺ പി.കെ. ശശി പരിപാടി ഉദ്ഘാടനം ചെയ്തു. 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. 2026 വനമിത്ര അവാർഡ് ജേതാവ് ഡോക്ടർ ദിലീപ് കോട്ടേമ്പ്രത്തിനെയാണ് വടകര സൗഹൃദ കൂട്ടായ്മ ആദരിച്ചത്. മുനിസിപ്പൽ പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പി.കെ. ശശി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നടത്തിയ ജൈവ വൈവിധ്യ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള വനമിത്ര പുരസ്കാരം ലഭിക്കുകയുണ്ടായി. വളരെ അഭിനന്ദിക്കേണ്ടതും മറ്റാർക്കും അങ്ങനെ തോന്നാത്ത രീതിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചെയ്തത്. അതുകൊണ്ടാണ് വനമിത്ര അവാർഡ് സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഒന്ന്, അതിൽ വളരെ പ്രധാനമായ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ അത്ര എളുപ്പത്തിൽ ചെയ്തു പോകാൻ വേണ്ടി കഴിയുന്നതല്ല ഈ കാര്യം. ഒന്ന്, ശമ്പളമില്ലാതെ കാടിനെ സ്നേഹിക്കുന്ന ആൾക്ക് മാത്രമാണ് ഇത്തരമൊരു കാര്യം ചെയ്തു പോകാൻ വേണ്ടി കഴിയുന്നത്. സ്വന്തം പറമ്പ് വൃത്തിയാക്കുന്നതിൻ്റെ അപ്പുറം, അല്ലെങ്കിൽ നമ്മൾ സ്വന്തം പറമ്പ് വൃത്തിയാക്കുന്ന ഈ കാലത്ത് പൊതുവഴിയിൽ ഉള്ള മരങ്ങൾക്ക് വെള്ളം ഒഴിക്കുന്ന വനമിത്ര, നമ്മളെ പറമ്പിലുള്ള മരങ്ങൾക്ക് പോലും വെള്ളം ഒഴിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നതാണ്. വത്സലൻ കുനിയിൽ ചടങ്ങ് അധ്യക്ഷത വഹിച്ചു. തണൽവൃക്ഷങ്ങൾ അതിങ്ങനെ പടർന്ന് പന്തലിച്ചു വരും, അത് തണലേടും. ഈ പ്രവർത്തനമാണ് തുടക്കത്തിൽ ശ്രീ ദിലീപ് ആരംഭിച്ചത്. പാഴായി പോകുന്ന വെള്ളം, ഹോട്ടലുകളിൽ നിന്ന് പാഴായി പോകുന്ന വെള്ളം ശേഖരിച്ച് അവിടെ ഈ തണൽവൃക്ഷങ്ങൾ നട്ടുവളർത്തുക, തരിശായി കിടക്കുന്ന ഭൂമി പച്ചപ്പുള്ളവാക്കുക, ഇതൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്യുന്നു എന്നതാണ് സത്യം. തുടർന്ന് പരിസ്ഥിതി പ്രവർത്തകൻ മണലിൽ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. പി. രാജൻ, പത്മനാഭൻ കണ്ണമ്പ്രത്ത്, പി.കെ. രാമചന്ദ്രൻ, പി.എം. മണി എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ദിലീപ് മറുപടി പ്രസംഗം നടത്തി. പരിപാടിയിൽ പങ്കെടുത്തവർക്കെല്ലാം പച്ചക്കറി വിത്തുകളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.